ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? ഞാൻ പറയട്ടെ, അയൽവാസിയാണോ? അല്ല. നമ്മുടെ സഹപ്രവർത്തകനാണോ? അല്ല. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണോ? അല്ല. പിന്നെ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നൂക്കലിനൊരു മെസ്സേജ് ഉണ്ട്. അതെന്താണെന്നറിയാമോ? തൻ്റെ കുടുംബത്തിലെ തൻ്റെ ഉമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ. നമ്മൾ ശത്രു പഠിക്കുന്നത് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ഒരു മാതാവ് തൻ്റെ സഹോദരനോട് കൂടുതൽ വാത്സല്യം കാണിക്കുമ്പോൾ നമുക്ക് ശത്രുത ഉടലെടുക്കുന്നു. അത് പതിയെ പതിയെ വളർന്ന് അത് വലിയൊരു ശത്രുതയിലേക്കാണ് നീങ്ങുന്നത്. അതുപോലെ തന്നെ തൻ്റെ മാതാപിതാക്കൾ സ്വത്തുക്കൾ വീതം വയ്ക്കുമ്പോൾ ഈ ശത്രുത പൂർണ്ണമാകുന്നു. പിന്നെ ഇവർ ഒരിക്കലും മിണ്ടുകയോ കാണുകയോ ചിരിക്കുകയോ ഒരിക്കലും ചെയ്യില്ല. നേരെ മറിച്ച് ഒരു കൂട്ടുകാരനാണെങ്കിൽ ശത്രുത എന്നെങ്കിൽ നമ്മൾ മിണ്ടുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ അവർ ശത്രുത മറക്കും. അതുപോലെ തന്നെ നമ്മുടെ അയൽവാസിയോട് നമ്മൾ കൂടുതൽ സഹകരിച്ചാൽ അവർ വീണ്ടും നമ്മളോട് അടുക്കും. നേരെ മറിച്ച് തൻ്റെ സഹോദരൻ എന്തെല്ലാം നമ്മൾ ചെയ്തു കൊടുത്താലും ഒരിക്കലും അവർ സന്തോഷത്തോടുകൂടെ നമ്മളോട് കൂട്ടുകൂടാൻ അവർ വരില്ല. ശരിയല്ലേ? ഒരു മനുഷ്യന് ശത്രുതയില്ലാതെ മുന്നോട്ട് ഒരിക്കലും ജീവിക്കാനാവില്ല. ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ശത്രുക്കളുണ്ടാകാം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ശത്രുക്കളുണ്ടാകാം, നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും നമുക്ക് ശത്രുക്കളുണ്ടാകാം. എല്ലാ മേഖലകളിലെടുത്താലും നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു ശത്രു ഉണ്ടായിരിക്കും. ആ ശത്രു നമുക്ക് വിജയം നമുക്ക് കൈവരിക്കാനാണ് ഈ ശത്രുക്കൾ ഉണ്ടാകുന്നത്. ശത്രുക്കൾ ഇല്ലെങ്കിൽ ഒരിക്കലും